മാനവരാശിക്ക് അരക്കാശിന്റെ ഗുണമില്ലാത്തവൻ സ്വന്തം ഉമ്മയോട് ചെയ്തെന്താ അറിയോ? ഞാനൊരു മഹാ അത്ഭുതത്തെ കണ്ടു. ഞാന് ഇത് ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ ഉമ്മയും കൂടി അറിയാൻ വേണ്ടിട്ട് പറയാം. പല രൂപത്തിൽ വരുന്നു പറയും ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനമൊക്കെ നമ്മുടെ ഏതായാലും ഉമ്മാനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാ കാണുന്നുണ്ട്. നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കല് നാറ്റിച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മൾ അത് ചെയ്യും. ഉമ്മാക്ക് ഞാൻ വാണിംഗ് കൊടുത്തു. പോറ്റിയ ഉമ്മാനൊക്കെ പറയാണ് ഉമ്മാടെ വയറ് കാണുന്ന ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത് നാട്ടുകാരെ കാണിക്കും. നിങ്ങൾക്ക് മതം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ എന്തു ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തം നിങ്ങളെ പോറ്റി വളർത്തിയ മാതാവിനോട് അങ്ങനെ പറയാൻ കഴിയും? അയാൾ അതൊക്കെ ചെയ്യും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഈസ് എ പോയ്സണസ് ടീച്ചർ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം അവരോട് ചെയ്യുന്ന പോലും പറയാൻ പാടില്ല. ചെയ്യുന്നു പറയാൻ പാടില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പാടില്ല. ആ ഉമ്മയോട് പറയാൻ ഉമ്മയുടെ പൊക്കള് കാണുന്ന വയറ് കാണുന്ന ഫോട്ടോ ഒക്കെ എന്തെങ്കിലും ഉണ്ട്, ഞാൻ എടുത്ത് പുറത്തേക്ക് ഇടുവന്നു. എനിക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. പോയി തൂങ്ങിച്ചവിടാ, അതാ അന്തസ്സുള്ളവൻ ചെയ്യേണ്ടത്. ഇവനെ പോലെ നീചനായ ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ? എന്റെ ഉള്ളു ശുദ്ധമാണ്, അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. ആ ഉമ്മ മരണപ്പെട്ട പോലും വിട്ടില്ല. ജിഹാദി ഉമ്മ ഹൂർലിങ്ങൾ ഒപ്പമാണെന്ന് പറഞ്ഞാൽ അപ്പോഴും ആക്ഷേപിച്ചു. നിങ്ങൾ മനുഷ്യനോ മൃഗം? ഈ മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നവർ, മാതാപിതാക്കളെ അവഗണിക്കുന്നവർ, അവർക്കൊക്കെ ഇവനാണ് മാതൃക. ഞാൻ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മാതൃകാ പുരുഷനാണ്, എ മോഡൽ യങ് ബോയ് ഓഫ് കേരള. എന്തുകൊണ്ടാ മാതാപിതാക്കൾ ഒരു നിലക്കും തന്റെ ആശയത്തോട് താതാമ്യപ്പെട്ട് നിന്നില്ലെങ്കിൽ അവർക്ക് ഒരു നിലക്കും റെസ്പെക്ട് കൊടുക്കണ്ട എന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് വന്നു. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ മറ്റു നാടുകളെ അപേക്ഷിച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഒക്കെ തോളോട് തോള് ചേർന്ന് പോകുന്ന നാടാണ്. ക്ഷേത്ര കമ്മിറ്റിക്കാർ ഉത്സവം നടന്ന് അതിന്റെ ശേഷം ബാക്കി വന്ന പൈസ കൊണ്ട് മുസ്ലിമായ ഒരു വ്യക്തിക്ക് ബാങ്കുകാർ ഒട്ടിച്ച ജപ്തി എന്ത് തോന്നുന്നു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ആ ജപ്തി നോട്ടീസ് വലിച്ചു കീറിയിട്ട് ബാങ്കിൽ കൊണ്ട് മുഴുവൻ പണം അടച്ച് അയാളെ കടം തീർത്തു കൊടുക്കുന്നു. മലയാളി പൊളിയാണ്. ഇവന്റെയൊക്കെ പ്രഭാഷണങ്ങളും ഇവന്റെയൊക്കെ വിദ്വേഷം കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിക്കുന്ന രൂപത്തിലേക്ക്, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പക ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ഇവൻ വർത്തിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല.